പാലക്കാട് കല്ലേക്കാട് കടകൾ കത്തിയ സംഭവത്തിൽ തെക്കുമുറി വി രാധാകൃഷ്ണൻ നോർത്ത് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിവൈരാഗ്യമാണ് കടകൾക്ക് തീയിടുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പാലക്കാട് കല്ലേക്കാട് എയർ ക്യാമ്പിന് സമീപമുള്ള 2 കടകളിൽ തീപിടുത്തമുണ്ടാകുന്നത്. പ്രാരംഭഘട്ടത്തിൽ ഇത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തെ തുടർന്നുണ്ടായ ഒരു തീപിടുത്തമാണ് എന്നുള്ള തരത്തിലായിരുന്നു വാർത്ത പുറത്തു വന്നിരുന്നത്. പക്ഷേ അതിലിപ്പോൾ ഒരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ്. പ്രദേശവാസിയായിട്ടുള്ള വി രാധാകൃഷ്ണൻ എന്ന ഒരു വ്യക്തിയാണ് ഈ കടകൾ 2ഉം തീയിട്ട് നശിപ്പിച്ചത് എന്നുള്ള തരത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിച്ചു. ഇപ്പോൾ രാധാകൃഷ്ണൻ അറസ്റ്റിലാണ്. ഗിരിജ അതുപോലെ തന്നെ ലക്ഷ്മൺ എന്നു പേരുള്ള 2 പേരായിരുന്നു ഈ കടകൾ നടത്തിയിരുന്നത്. അവരോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണ് ഈ രാധാകൃഷ്ണൻ എന്ന വ്യക്തി ഇവരുടെ 2 പേരുടെയും കടകൾ തീയിട്ട് കത്തിച്ചത് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഈ കത്തിയ കട അതുപോലെ തന്നെ നടുക്ക് മറ്റു 2 കടകളുണ്ട്. അങ്ങറ്റത്ത് വേറെ ഒരു കടയും കൂടിയുണ്ട്. ഈ അറ്റത്തുള്ള 2 കടകൾക്കാണ് ഈ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത്. ബാക്കി നടുക്കുള്ള 2 കടകളും വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. അപ്പോൾ അത് തന്നെയായിരുന്നു പോലീസിന് പ്രാരംഭഘട്ടത്തിൽ ഈ ഒരു സംശയം തോന്നിയത്. തുടർന്ന് നടത്തിയ അന്വേഷണം CCTV-കൾ കേന്ദ്രീകരിച്ചും ഈ കട ഉടമകളുടെ അടക്കമുള്ള മൊഴികൾ രേഖപ്പെടുത്തിയും പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇതിന്റെ ചുരുളഴിക്കുന്നത്. ഇപ്പോൾ കടയുടമയായിട്ടുള്ള ഗിരിജ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശനിയാഴ്ച വന്ന് കട തുറക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ടില്ല. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് 7 മണിക്ക് ഞാൻ കട അടച്ചു. 7:45 ബസ്സിന് ഞാൻ ഇവിടുന്ന് പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച തീരെ വയ്യായിരുന്നു. 113 ഡിഗ്രി പനി എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ മരുന്ന് കഴിച്ച് കിടക്കുമ്പോഴാണ് ഓട് വരുന്നത്. ഇതാ നിങ്ങളുടെ കട മുഴുവൻ കത്തി എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇത് ആര് ചെയ്തു എന്ന് പോലും എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. പിറ്റേ ദിവസം വന്നപ്പോഴാണ് അതിൻ്റെയും പിറ്റേ ദിവസമാണ് രാധാകൃഷ്ണനാണ് ചെയ്തത്. സ്റ്റേഷനിൽ പോകുമ്പോൾ ഞങ്ങൾ കാണുന്നത് രാധാകൃഷ്ണൻ ഒറ്റയ്ക്കല്ല അത് ചെയ്തതെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നമ്മൾ ഈ പൊളിച്ചു മാറ്റാൻ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റിനെ കമ്മി വിലയ്ക്ക് കിട്ടിയപ്പോൾ മേടിച്ചിട്ട് മേഞ്ഞതാണ്. ഈ പണി ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ലക്ഷ്മണൻ എന്നുള്ള വ്യക്തി അയാളുടെ ബിൽഡിങ്ങിൽ വാടകയ്ക്ക് ഇരുന്നതാണ്. ആദ്യം ചായക്കട നടത്തിയതാണ്. അയാള് വാടക കൊടുക്കാനുണ്ട് എന്നുള്ള വ്യക്തിപരമാണ് ഇപ്പൊ തീർത്തിരിക്കുന്നത്. പക്ഷെ വാടക അടുത്ത മാസം 5-ാം തീയതിക്ക്, അതായത് ജൂലൈ 5-ന് ആ വാടക കുടിശ്ശിക കൊടുക്കാന്ന് നോർത്തിൽ വെച്ച് ഇവർ തീരുമാനമാക്കി വന്നതാണ്. പോലീസിന്റെ മുമ്പിൽ തീരുമാനമാക്കി വന്നതാണ്. പക്ഷെ ജൂൺ 7-ാം തീയതിക്ക് രാത്രി വന്ന് കത്തിക്കുകയും ചെയ്തു. അയാൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു, നിന്നെ അവിടെ കച്ചവടം ചെയ്യാൻ ഞാൻ അയക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ഒരു കട മാത്രമായിരുന്നു വരുമാനം? ഇത് തന്നെയാണ് സാറേ. ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്തതാണ്. എനിക്കൊരു വോയിസ് കൂടി എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ അറിയണ ഒരാളുടെ വോയിസ് ആണ് ഉള്ളത്. പരുത്തിപ്പുള്ളിയിലാണ് അവരുടെ വീട്. ഒരു പയ്യനാണ്. അവർക്ക് ഇവിടെ കാരണം ഗ്യാസ് ഓഫീസിലാണ് അവന്റെ പണി. ഗ്യാസിന്റെ ഗോഡൌണിൽ പണിയുണ്ട്. ആ പയ്യന്റെ ഒരു വോയിസ് എനിക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ആ വോയിസിൽ 5 സിലിണ്ടർ ഉള്ളിലുണ്ടാന്നുള്ളത് പറയുന്നുണ്ട്. പൊട്ടട്ടെ. അപ്പൊ ഈ അറിയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത്, ആരൊക്കെ കൂടിയിട്ട് ചെയ്തു എന്നുള്ളത് മുന്നോട്ട് വരണം. ഇതിന് പിന്നിൽ രാധാകൃഷ്ണൻ എന്ന വ്യക്തി മാത്രമല്ല എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഗിരിജ ഉന്നയിക്കുന്നത്. അതിന്റെ പിന്നിൽ മറ്റു ആളുകളുണ്ട്. അതിൽ വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്ന ഒരു ആവശ്യവും അവർ ഉന്നയിക്കുന്നു. മൽഗോഡ് സി മോഹനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.